മക്കളെ, CUT എക്സാമിനേഷൻ വഴി നിങ്ങൾക്ക് BBA കോഴ്സ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. CUT എക്സാമിനേഷൻ വഴി നിങ്ങൾക്ക് വ്യത്യസ്ത കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ വേണ്ടി സാധിക്കും. മാനേജ്മെന്റ് രംഗത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവർക്ക് ട്രൈ ചെയ്യാവുന്ന വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് BBA എന്ന് പറയുന്നത്. അപ്പോൾ BBA കോഴ്സ് എവിടെയൊക്കെ പഠിക്കാൻ വേണ്ടി സാധിക്കും, ഏതെല്ലാം യൂണിവേഴ്സിറ്റികളിലാണ് BBA കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എന്താണ് അതിന് നിങ്ങൾ എഴുതേണ്ടത്, CUT ഏതൊക്കെ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട്സ് ആണ് എഴുതേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാവുന്നതാണ്. ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി നമുക്കറിയാം ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ ഡിഗ്രി കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ BBAയുടെ പ്രത്യേകത BBA എന്നുള്ള സ്വഭാവത്തിൽ മാത്രമല്ല 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതിൽ ഒന്നാമതായി നിങ്ങൾ കാണേണ്ടത് BBA ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സാണ്. സാധാരണഗതിയിൽ അങ്ങനെ അത്രയും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കോഴ്സ് ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിന്റെ പ്രധാനപ്പെട്ട സവിശേഷത നിങ്ങൾ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സ് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം എന്നുള്ളതാണ്. എനി വൺ ഫ്രം സെക്ഷൻ 1 മാത്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സ് പ്ലസ് സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് ആണ് ഇതുണ്ട്. അപ്പം മാത്സ് ഇല്ലാതെ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BBA ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. BBA എന്നുള്ള പേരിലല്ലാതെ തന്നെ BBA പോലെ തന്നെ ബാച്ചലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് BMS എന്നുള്ള കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനും നിങ്ങൾ ഇതേ ക്വാളിഫിക്കേഷൻ ആണ്. മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സ് നിർബന്ധമാണ്, സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാത്തമാറ്റിക്സ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അത് മാത്തമാറ്റിക്സ് നിങ്ങൾ +2 പഠിച്ചിരിക്കണം എന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സബ്ജക്ട് മാപ്പിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് നിങ്ങൾ എന്താണോ +2 പഠിച്ച വിഷയം അത് തന്നെ നിങ്ങൾ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ആയിട്ട് എഴുതണം എന്നുള്ളത്. ബാച്ചലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പോലെ തന്നെ മറ്റൊരു കോഴ്സ് കൂടിയുണ്ട്, ബാച്ചലർ ഓഫ് ബിസിനസ് എക്കണോമിക്സ് BBA എന്ന് പറഞ്ഞ കോഴ്സ് കൂടിയുണ്ട്. BBA കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി ബിസിനസ് റിലേറ്റഡും എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. അതും ഇതേ ക്രൈറ്റീരിയ തന്നെയാണ്. ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ആയിട്ട് സെക്ഷൻ 1 നിന്നും ഒരു സബ്ജക്റ്റ്, സെക്ഷൻ 1 ഒരു സബ്ജക്റ്റ് ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ മാത്സ് നിങ്ങൾ എഴുതണം. സെക്ഷൻ 3 നിന്നൊരു സബ്ജക്റ്റ് എന്നുള്ളതാണ്. സെക്ഷൻ 3 എന്ന് പറയുമ്പോൾ ജനറൽ ടെസ്റ്റാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു യൂണിവേഴ്സിറ്റി സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക വരുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക എന്ന് പറയുന്ന സമയത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിൽ BBAക്ക് ജനറൽ ടെസ്റ്റ് മാത്രമേ എഴുതേണ്ടതുള്ളൂ. ജനറൽ ടെസ്റ്റ് മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിൽ BBA അഡ്മിഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി ആയി എന്നതാണ്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടുവിൽ BBA ഇൻ ടെക്സ്റ്റൈൽ ബിസിനസ് അനലിറ്റിക്സ് എന്നുള്ള കോഴ്സാണ്. തമിഴ്നാടിനെ കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. തമിഴ്നാട് ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം സാധ്യതകളൊക്കെ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് ജനറൽ ടെസ്റ്റ് ക്വാളിഫിക്കേഷൻ ടെക്സ്റ്റൈൽ മാനേജ് ബിസിനസ് അനാലിറ്റിക്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആസാം യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. ആസാം യൂണിവേഴ്സിറ്റിയിൽ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സാണ്. BBA ഹോണേഴ്സ് പോലെയാണ് കോഴ്സ് വരുന്നത്. ഇംഗ്ലീഷും എനി 3 ഡൊമൈൻ സബ്ജക്ട്സ് എന്നാണ് ആസാം യൂണിവേഴ്സിറ്റി പറയുന്നത്. അതുപോലെ തന്നെ ബാബാ സാഹിബ് ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ലക്നോ BBA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനി വൺ ഓഫ് ദി ലിസ്റ്റഡ് ലാംഗ്വേജസ് എന്ന് പറയുന്നുണ്ട് സെക്ഷൻ 1 നിന്നും സെക്ഷൻ 1 നിന്നും ജനറൽ ടെസ്റ്റ്. അതായത് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചിരിക്കണം, എഴുതിയിരിക്കണം, അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ് എഴുതിയിരിക്കണം എന്നാണ് പറയുന്നത്. അംബേദ്കർ യൂണിവേഴ്സിറ്റി, ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ലക്നോ. അതുപോലെ തന്നെ സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിൽ BBA ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് എന്നുള്ള കോഴ്സാണ്. ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള സ്വഭാവത്തിലുള്ള കോഴ്സാണുള്ളത്. ബിസിനസ് സ്റ്റഡീസ് ആണ് നിങ്ങൾ ഇത് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, എല്ലായിടത്തും ബിസിനസ് സ്റ്റഡീസ് നിർബന്ധമില്ല BBA പഠിക്കണം എന്നുള്ളത്. ബിസിനസ് സ്റ്റഡീസ് മാത്രം പറയുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്, ജനറൽ ടെസ്റ്റ് മാത്രം പറയുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്, ജനറൽ ടെസ്റ്റ് പ്ലസ് ഇംഗ്ലീഷ് പറയുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ മാത്സും കൂടി പറയുന്നത്. അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികളെ സെലക്ട് ചെയ്യുന്ന സമയത്തും കോഴ്സുകളെ സെലക്ട് ചെയ്യുന്ന സമയത്തും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ നിർബന്ധമായിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. CUTയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സംശയങ്ങളും എവറിത്തിങ് വിൽ ബി ക്ലിയർഡ് ഹിയർ. എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന സ്വഭാവത്തിലാണുള്ളത്. CUTയുടെ ഒരു ബാച്ചും നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. ബോർഡ് പ്ലസ് CUT എന്നുള്ള സ്വഭാവത്തിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ബോർഡ് എക്സാമിനേഷനും അതുപോലെ തന്നെ CUT എക്സാമിനേഷനും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലാണ് നമ്മൾ അതിൻ്റെ ഒരു സെറ്റിംഗ്സ് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ക്രോളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. യെസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് വരുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിൽ BBAക്ക് ജനറൽ ടെസ്റ്റ് മാത്രമാണ് പറയുന്നത്. ജനറൽ ടെസ്റ്റ് മാത്രമാണ് ക്രൈറ്റീരിയ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ അവിടെയും
BBA ഓണേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്കും എന്താണ് ജനറൽ ടെസ്റ്റ് മാത്രമാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി IGNTU മധ്യപ്രദേശിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. മധ്യപ്രദേശിലെ അമർകണ്ടക് എന്ന സ്ഥലത്താണ് IGNTU ഉള്ളത്. IGNTUവിലെ പ്രത്യേകത അവിടെയും അണ്ടർ ഗ്രാജുവേറ്റ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, പേരൊക്കെ വ്യത്യാസം ഉണ്ടാവുമെങ്കിൽ പോലും എല്ലാം ഒന്ന് തന്നെയാണ്, BBA തന്നെയാണ് ഉള്ളത്. അവിടെയും ജനറൽ ടെസ്റ്റ് ആണ്, സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടതെന്നുള്ളതാണ്. ത്രിപുര യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ത്രിപുര യൂണിവേഴ്സിറ്റിയിലും BBA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവരും ജനറൽ ടെസ്റ്റ് ആണ് പറയുന്നത് എന്നതാണ്. അതുപോലെ തന്നെ ഹേമാവതി നന്ദൻ ബഹുഗുണ ഗർവൽ യൂണിവേഴ്സിറ്റി ശ്രീനഗർ HNBG യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവിടെ BBA ഓൺലി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്ഷൻ 3 ജനറൽ ടെസ്റ്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത് എന്നുള്ളതാണ്. ഈ നെഹു നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി നെഹു ഷില്ലോങ്ങിലുള്ള നെഹുവിൽ BBAക്ക് ലാംഗ്വേജ് ടെസ്റ്റ് വേണം, നിർബന്ധമായിട്ടും ഇംഗ്ലീഷാണ്. അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ് സെക്ഷൻ 3 ജനറൽ ടെസ്റ്റും നിർബന്ധമായിട്ട് വേണമെന്നില്ല. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ക്രൈറ്റീരിയ ഡിഫറൻ്റ് ആയി മാറുന്നത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ്. ഗുരു ഘാസിദാസ് വിശ്വവിദ്യാലയക്ക് ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷന് ജനറൽ ടെസ്റ്റ് ആണ് ബേസിക്കലി പറയുന്നത്, ജനറൽ ടെസ്റ്റ് ആണ്. മിക്കവാറും യൂണിവേഴ്സിറ്റികളൊക്കെ ജനറൽ ടെസ്റ്റ് പറയുന്നുണ്ട്, കാര്യം ശ്രദ്ധിക്കുക. മിസോറാം യൂണിവേഴ്സിറ്റിയിൽ BBAക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷും ബിസിനസ് സ്റ്റഡീസുമാണ് പറയുന്നത്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അരുണാചൽ പ്രദേശിലുള്ള യൂണിവേഴ്സിറ്റിയാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി. അവിടെ BBA ഇംഗ്ലീഷ്, അക്കൗണ്ടൻസി അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് ഓർ മാത്സ് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെയാണ് വേണ്ടത്. ജനറൽ ടെസ്റ്റുമാണ് പിന്നീട് വേണ്ടത് എന്നുള്ളതാണ്. ഡോക്ടർ ഹരിസിംഘർ വിശ്വവിദ്യാലയ അവിടെ BBA ഓണേഴ്സ് ആണുള്ളത്, അവിടെ ഇംഗ്ലീഷ് അതല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് ജനറൽ ടെസ്റ്റാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ നാഗാലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ BBAക്ക് ജനറൽ ടെസ്റ്റ് ഓർ അക്കൗണ്ടൻസി ഓർ ബിസിനസ് സ്റ്റഡീസ് ഇതിലേതൊക്കെയൊക്കെയാണ് ഓർ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്, അതാണ് എഴുതേണ്ടത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. പോണ്ടിച്ചേരിയിൽ BBA ഓണേഴ്സ് ഇന്റർനാഷണൽ ബിസിനസ് ടൂറിസം സ്റ്റഡീസ് സ്പെഷ്യലൈസേഷൻ ആണുള്ളത്, ജനറൽ ടെസ്റ്റ് ആണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പറയുന്നത്. അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി. അവർ പറയുന്നത് BBAക്ക് ജനറൽ ടെസ്റ്റ് എഴുതണം എന്നാണ് പറയുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെയും BBA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ BMS ബാച്ചലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഉണ്ട്, ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് പറയുന്നത്. ഗുരു ഗോബിന്ദ് സിംഗ് ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റിയിൽ 4 year BBA ആൻഡ് അലൈഡ് പ്രോഗ്രാംസ് ആണുള്ളത്, ഇംഗ്ലീഷ് ബിസിനസ് സ്റ്റഡീസും ജനറൽ ടെസ്റ്റുമാണ് പറയുന്നത്. അതുപോലെ തന്നെ മദൻ മോഹൻ മാളവ്യ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഉണ്ട്, അവിടെയും ഈ BBAക്ക് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് പറയുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു ഉണ്ട്, സ്റ്റേറ്റിലാണ് വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു, അവിടെ BBA പ്രോഗ്രാം ഉണ്ട്, BBA മാനേജ്മെന്റ്, അപ്ലൈഡ് മാനേജ്മെന്റ്, ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ ഉണ്ട്, അവിടെയും ബിസിനസ് സ്റ്റഡീസും ജനറൽ ടെസ്റ്റുമാണ് പറയുന്നത്. അങ്ങനെ ഓരോരോ യൂണിവേഴ്സിറ്റികളെയും ക്രൈറ്റീരിയ മാറുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയുള്ള യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീരിൽ BBA പ്രോഗ്രാമിന് ബിസിനസ് സ്റ്റഡീസും ജനറൽ ടെസ്റ്റുമാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത്. അതുപോലെ തന്നെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് SRM യൂണിവേഴ്സിറ്റി, അവിടെയും BBA പ്രോഗ്രാം ഉണ്ട്, അവിടെ ബിസിനസ് സ്റ്റഡീസും ഇംഗ്ലീഷുമാണ് നിർബന്ധമായിട്ടും CUT എക്സാമിനേഷൻ എഴുതേണ്ടത്. അതുപോലെ തന്നെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്, അവിടെ BBAക്ക് ജനറൽ ടെസ്റ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എഴുതേണ്ടത്. ഫുട്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് FDDA എന്ന് പറയുന്നത് ഫുട്വെയർ ഡിസൈനിങ്ങും അതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് FDDA എന്ന് പറയുന്നത്. FDDAയിൽ BBA റീറ്റെയിൽ ആൻഡ് ഫാഷൻ മെർച്ചൻഡൈസ് എന്ന് പറഞ്ഞുള്ള കോഴ്സാണുള്ളത്. അവിടെ എനി ഓഫ് ദി ലിസ്റ്റഡ് ലാംഗ്വേജ് എനി ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നും കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നില്ല. ഇന്ത്യൻ കുലിനറി ഇൻസ്റ്റിറ്റ്യൂട്ട്, നിങ്ങൾക്ക് ഒരു പാചകവുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിലെ BBA പ്രോഗ്രാം BBA ഇൻ കുലിനറി ആർട്ട് എന്നുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ജനറൽ ടെസ്റ്റ് ആണ് അത് എഴുതേണ്ടത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ്, ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് BBA ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം എന്നുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി, മാരിടൈം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് IMU എന്ന് പറയുന്നത്, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. അവരുടെ മറ്റു കോഴ്സുകൾക്കെല്ലാം അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ്, പക്ഷേ അവർക്ക് BBA ലോജിസ്റ്റിക്സ്, റീറ്റെയിലിംഗ് ആൻഡ് ഇ-കൊമേഴ്സ്, മാരിടൈം ലോജിസ്റ്റിക്സ്, അപ്രന്റീസ്ഷിപ്പ് ആയി കണക്ട് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. അത് നിങ്ങൾ ഇംഗ്ലീഷ് എനി ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ്, എനി വൺ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് BBA, ഇന്ത്യയിൽ നിങ്ങൾക്ക് BBA ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ പറ്റിയ ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട്, പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട്,
അതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള യൂണിവേഴ്സിറ്റികൾ എന്നുള്ള സ്വഭാവത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന് പുറമെ ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും BBA കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കോളേജുകളും യൂണിവേഴ്സിറ്റികളുമാണ് നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.